ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വർക്ക് ഡൺ ആണ്. ഓക്കെ, വർക്ക് ഡൺ ഓൾറെഡി ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ അതിന്റെ ഒരു ബ്രീഫ് ഐഡിയ തന്നിരുന്നു. ഇപ്പൊ നമുക്കൊരു വെക്ടർ ഫീൽഡ് തന്നിട്ടുണ്ട് നിൽക്കുക, എഫ് വെക്ടർ. അതിന് നമ്മൾ ഫോഴ്സ് ഫീൽഡ് എന്നാണ് പറയുക, ഫോഴ്സ് ഫീൽഡ്. സോ എഫ് വെക്ടർ ഓഫ് എക്സ് കോമ വൈ എന്നിട്ടൊരു ഫംഗ്ഷൻ തരും, നമുക്കൊരു കർവ് തരും. സോ ആ കർവിൽ ഒരു ഫംഗ്ഷന് ലൈൻ ഇന്റഗ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് എഫ് വെക്ടർ ഈസ് എ ഫോഴ്സ് ഫീൽഡ് then it is called that line integral is called work done. ഓക്കെ, അപ്പോൾ വർക്ക് ഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ലൈൻ ഇന്റഗ്രൽ തന്നെയാണ്. പക്ഷെ അവിടെ വെക്ടർ ഫീൽഡ് എന്നുള്ളതല്ല പറയാ, പകരം ഫോഴ്സ് ഫീൽഡ് എന്നാണ് നമ്മൾ പറയാ. ബോത്ത് ഹാവ് സെയിം മീനിങ്. ഓക്കെ, സോ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്. ഞാൻ ഈ ക്വസ്റ്റ്യൻ ബാങ്ക് ഗൂഗിൾ ക്ലാസ് റൂമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ അസൈൻമെന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അസൈൻമെന്റ് നിങ്ങൾ ജൂൺ മാസം 7-ാം തീയതി, അപ്പൊ ഇന്നിപ്പോ 26 ആയിട്ടുള്ളൂ. സ്റ്റിൽ യു ഹാവ് 5+7 ഓൾമോസ്റ്റ് 12 ഡേയ്സ് റിമൈനിങ്. സോ നിങ്ങൾ ഡെയിലി ഒരു 3 പ്രോബ്ലംസ് വെച്ച് ചെയ്താൽ, അല്ലെങ്കിൽ 4 പ്രോബ്ലംസ് വെച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. കുറെ ക്വസ്റ്റ്യൻസ് ഞാൻ ക്ലാസ്സിൽ ചെയ്തതായിരിക്കും, എന്നാലും എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ വർക്ക് ബുക്കിൽ ചെയ്യണം. ഓക്കെ, ആസ് സിമിലർ ടു അവർ പ്രീവിയസ് സെമസ്റ്റർ. നമ്മൾ കഴിഞ്ഞ സെമസ്റ്ററിൽ ചെയ്ത പോലെ തന്നെ എല്ലാ ക്വസ്റ്റ്യൻസും, ക്വസ്റ്റ്യൻ ബാങ്കിലെ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ വർക്ക് ബുക്കിൽ ചെയ്യണം. ഓക്കെ, സോ അത് സമയത്തിന് തന്നെ സബ്മിറ്റ് ചെയ്യുക. എക്സ്റ്റൻഷൻ ഉണ്ടായിരിക്കില്ല. സമയത്ത് സബ്മിറ്റ് ചെയ്തവർക്ക് മാത്രമേ മാർക്ക് കിട്ടൂ. ഓക്കെ, ഫൈൻഡ് ദി വർക്ക് ഡൺ ബൈ ദി ഫോഴ്സ് ഫീൽഡ് എഫ് വെക്ടർ. ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് ദി വർക്ക് ഡൺ, ക്വസ്റ്റ്യൻ വേണമെങ്കിൽ എഴുതിയെടുത്തോളൂ. ഫൈൻഡ് ദി വർക്ക് ഡൺ ബൈ ദി ഫോഴ്സ് ഫീൽഡ് എഫ് വെക്ടർ on a particle that moves along the curve C, that moves along the curve C, if f vector of xy equal to xy I vector xy I vector plus x cube j vector plus x cube j vector xy I vector plus x cube j vector, and C is the curve x is equal to y square. C is the curve x is equal to y square from 0, 0 to 1, 1. From 0, 0 to 1, 1. xy I vector plus x cube j vector. C from x equal to y square from 0, 0 to 1, 1. Okay. സോ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ഓൾറെഡി വെക്ടർ ഫീൽഡ് തന്നിട്ടുണ്ട്. വെക്ടർ ഫീൽഡിനെ നമ്മൾ ഫോഴ്സ് ഫീൽഡ് എന്നാണ് പറയുക. വർക്ക് ഡണ്ണിന്റെ പ്രോബ്ലംസിൽ ദാറ്റ് വെക്ടർ ഫീൽഡ് ക്യാൻ ബി നോൺ ആസ് ഫോഴ്സ് ഫീൽഡ്. ഓക്കെ, സോ വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ ഇന്നലെ ചെയ്ത പോലെ തന്നെ ഇന്റഗ്രൽ ഓവർ സി എഫ് വെക്ടർ ഡോട്ട് ഡി ആർ വെക്ടർ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, വർക്ക് ഡൺ ഈക്വൽ ടു എഴുതുക ഇക്വേഷൻ. വർക്ക് ഡൺ ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ സി എഫ് വെക്ടർ ഡോട്ട് ഡി ആർ വെക്ടർ, എഫ് വെക്ടർ ഡോട്ട് ഡി ആർ വെക്ടർ. ഇവിടെ നമുക്ക് ആർ വെക്ടർ ഓഫ് ടി അറിയില്ല. ആർ വെക്ടർ ഓഫ് ടി നമ്മൾ കണ്ടുപിടിക്കണം. പകരം നമുക്ക് കർവിന്റെ ഇക്വേഷൻ തന്നിട്ട് എക്സ് ഈക്വൽ ടു വൈ സ്ക്വയർ എന്ന് തന്നിട്ട്, അപ്പൊ വൈക്ക് ടി കൊടുക്കുക. സപ്പോസ് വൈ ഈക്വൽ ടു ടി, ദെൻ എക്സ് ഇസ് ഈക്വൽ ടു ടി സ്ക്വയർ. ശരിയല്ലേ? കാരണം എക്സ് എന്ന് പറയുന്നത് വൈയുടെ സ്ക്വയർ ആണ്. വൈ ടി ആവുമ്പോൾ എക്സ് ടി സ്ക്വയർ ആയിരിക്കും. ആ ലിമിറ്റ് ഈസ് 0 to 1. സോ നമുക്ക് എങ്ങനെ എഴുതാം? ടി സ്ക്വയർ ഐ വെക്ടർ പ്ലസ് ടി ജെ വെക്ടർ. ഇവിടെ വൈക്ക് ടി, എക്സിന് ടി സ്ക്വയർ. സോ ടി സ്ക്വയർ ഐ വെക്ടർ പ്ലസ് ടി ജെ വെക്ടർ. ഇപ്പോൾ എക്സ് ഈക്വൽ ടു വൈ ക്യൂബ് ആയിരുന്നെങ്കിൽ നമ്മൾ ഇവിടെ ടി ക്യൂബ് എന്നാവും. അപ്പോൾ എക്സ് ഈക്വൽ ടു ടി ക്യൂബ് എന്നാവും. അപ്പോൾ ടി ക്യൂബ് ഐ വെക്ടർ പ്ലസ് ടി ജെ വെക്ടർ. ഇനിയിപ്പോ വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നായിരുന്നെങ്കിലോ, അപ്പൊ എക്സിന് ടി കൊടുക്കുക, അപ്പൊ വൈ ടി സ്ക്വയർ ആവും. അപ്പൊ ടി ഐ വെക്ടർ പ്ലസ് ടി സ്ക്വയർ ജെ വെക്ടർ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എങ്ങനെയാണോ ഇക്വേഷൻ തന്നിട്ടുള്ളത് അതിന് പ്രോപ്പർ ആയിട്ട് ടി ചൂസ് ചെയ്യാം. ഓക്കെ, മനസ്സിലായോ? ഈസ് ഇറ്റ് ക്ലിയർ? ഈ പാരാമെട്രിക് ഇക്വേഷൻ ചൂസ് ചെയ്ത് എല്ലാവർക്കും മനസ്സിലായോ? എക്സിന് ടി കൊടുക്കുക, അപ്പൊ വൈ ടി സ്ക്വയർ, വൈക്ക് ടി കൊടുക്കുക, അപ്പൊ എക്സ് ടി സ്ക്വയർ ആവും. ഓക്കെ, അപ്പോ നമുക്ക് ടി സ്ക്വയർ ഐ വെക്ടർ പ്ലസ് ടി ജെ വെക്ടർ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഈസ് ഇറ്റ് ക്ലിയർ? എനി ഡൗട്ട്? എനി ഡൗട്ട്? ആ മർഷീനെ പറഞ്ഞോളൂ. ആ ക്വസ്റ്റ്യൻ ഒന്ന് കാണിച്ചിരുമോ? ക്വസ്റ്റ്യൻ, യെസ് യെസ് ഷുവർ. ക്വസ്റ്റ്യൻ ബാങ്കിൽ ക്വസ്റ്റ്യൻ 32. ക്വസ്റ്റ്യൻ ഫൈൻഡ് ദി വർക്ക് ഡൺ, find the work done by the force field F vector, find the work done by the force field F vector
ഈ ബോൾഡ് ലെറ്റേഴ്സിൽ ഞാൻ എഴുതിയിട്ടുള്ളത് വെക്റ്റർ എന്നുള്ള മീനിങ് ആണ് കേട്ടോ. സോ എഫ് വെക്റ്റർ എന്ന് നിങ്ങൾ എഴുതുക. ഫൈൻഡ് ദി വർക്ക് ഡൺ ബൈ ദി ഫോഴ്സ് ഫീൽഡ് എഫ് വെക്റ്റർ ഓൺ എ പാർട്ടിക്കിൾ ദാറ്റ് മൂവ്സ് അലോങ് ദി കർവ് സി on a particle that moves along the curve C if f vector equal to xy I vector plus x cube j vector and C from x equal to y square from 0 0 to 1 1 is 32nd question. So ഇവിടെ f vector തന്നിട്ടുണ്ട്. സോ വർക്ക് ഡണിന്റെ ഇക്വേഷൻ ഇന്റഗ്രൽ ഓവർ സി എഫ് വെക്ടർ ഡോട്ട് ടി ആർ വെക്ടർ ആണ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത അതേ ടൈപ്പ് പ്രോബ്ലം ആണ്. ഇവിടെ നമുക്ക് പാരാമെട്രിക് ഇക്വേഷൻ തന്നിട്ടില്ല, അതായത് വെക്ടർ ഇക്വേഷൻ തന്നിട്ടില്ല, പകരം കർവിന്റെ ഇക്വേഷൻ ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, കർവിന്റെ ഇക്വേഷൻ ആണ് തന്നിട്ടുള്ളത്. സോ നമ്മൾ വൈക്ക് ടി കൊടുത്താൽ എക്സ് എന്ന് പറയുന്നത് ടി സ്ക്വയർ ആയിരിക്കും. സോ പാരാമെട്രിക് ഇക്വേഷൻ ഈസ് ടി സ്ക്വയർ ഐ വെക്ടർ പ്ലസ് ടി ജെ വെക്ടർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഈക്വൽ ടു 1. Is it clear to everyone? Any doubts? ഈ പാരാമെട്രിക് ഇക്വേഷൻ ചൂസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, എന്നാലേ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. സോ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, സോ ഇവിടെ y എക്സിന് ടി സ്ക്വയർ എന്ന് കിട്ടും. സോ ടി സ്ക്വയർ ഐ വെക്ടർ പ്ലസ് ടി ജെ വെക്ടർ. ഇനി നമുക്ക് ആർ വെക്ടർ ഡാഷ് ഓഫ് ടി കാണാം. ആർ വെക്ടർ ഡാഷ് ഓഫ് ടി ഇറ്റ് ഈസ് 2t ഐ വെക്ടർ പ്ലസ് ജെ വെക്ടർ അല്ലെ. ടി സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2t, ടിയുടെ ഡെറിവേറ്റീവ് 1. സോ ടി സ്ക്വയർ ഐ വെക്ടർ എന്നുള്ളത് എന്താ 2t ഐ വെക്ടർ പ്ലസ് ജെ വെക്ടർ. വാട്ട് ഈസ് എഫ് വെക്ടർ ഓഫ് ആർ വെക്ടർ ഓഫ് ടി? എഫ് വെക്ടർ ഓഫ് ആർ വെക്ടർ ഓഫ് ടി എന്ന് പറയുമ്പോൾ എക്സിന് സ്ഥാനത്ത് ടി സ്ക്വയർ കൊടുക്കുക, വൈക്ക് സ്ഥാനത്ത് ടി കൊടുക്കുക. അപ്പൊ ടി സ്ക്വയർ ഇൻറ്റു ടി ഐ വെക്ടർ പ്ലസ് ടി സ്ക്വയർ ഹോൾ ക്യൂബ് ജെ വെക്ടർ. So that is t cube I vector plus t raised to 6 j vector. T cube I vector plus t raised to 6 j vector. Okay. ഇനി നമ്മൾ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുക. എഫ് വെക്ടർ ഓഫ് ആർ വെക്ടർ ഓഫ് ടി ഡോട്ട് ആർ വെക്ടർ ഡാഷ് ഓഫ് ടി. ഓക്കെ, ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ 2t t cube into 2t, t cube into 2t 2t raised to 4 plus ഇവിടെ 1 ആണ്, 1 into t raised to 6 t raised to 6. So 2t raised to 4 plus t raised to 6, 2t raised to 4 plus t raised to 6. So work done equal to ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. work done equal to limit 0 to 1 ആണ്. So 0 to 1 2t raised to 4 plus t raised to 6 dt. 2t raised to 4 plus t raised to 6 dt. So ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുക. So 2t raised to 4 ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 2t raised to 5 by 5 plus t raised to 6 ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ t raised to 7 by 7, t raised to 7 by 7, limit 0 to 1. So t ക്ക് 1 കൊടുക്കുമ്പോൾ it is 2 by 5 plus 1 by 7 minus 0. So 2 by 5 plus 1 by 7 is 14 plus 5 19 by 35. So answer is 19 by 35. 19 by 35. by 35 is correct answer. So very simple question, nothing difficult. Just a parametric equation correct ആയിട്ട് choose ചെയ്യുക. അത് parametric equation എന്ന് പറഞ്ഞാൽ vector equation. Okay, vector equation correct ആയിട്ട് choose ചെയ്യുക. അതിനുശേഷം നമ്മൾ അതിന്റെ ഡെറിവേറ്റീവ് എടുക്കുക. എഫ് വെക്ടർ ഓഫ് ഈ എക്സിന് സ്ഥാനത്തൊക്കെ ടിയിലുള്ള ഫംഗ്ഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുക, ലിമിറ്റിൽ ഇന്റഗ്രേറ്റ് ചെയ്യുക. ദാറ്റ്സ് ഓൾ. 19 by 35. സോ വർക്ക് ഡൺ ചോദിക്കാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ലൈൻ ഇന്റഗ്രൽ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇവിടെ ഈ എഫ് വെക്ടറിനെ നമ്മൾ വെക്ടർ ഫീൽഡ് എന്ന് പറയുന്ന പകരം ഫോഴ്സ് ഫീൽഡ് എന്നാണ് പറയാം. ഓക്കെ, കാരണം അവിടെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ആ വെക്ടർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഫോഴ്സ് ആണ്. ഓക്കെ,
അതുകൊണ്ടാണ് അതിനെ ഫോഴ്സ് ഫീൽഡ് എന്ന് പറയുന്നത്. Is it clear? Any doubt? Any doubt? Boys, no response. Only girls are responding. If you have any doubt, you can ask. No issue. Amin, Muhammad Amin. Yes, yes. Hey, come on. വെറുതെ ഓൺ ചെയ്തിടാനാണെങ്കിൽ നിങ്ങൾ ക്ലാസ്സിൽ വരണമെന്നില്ല കേട്ടോ. ആ സാർ. ആ ഓക്കെ. എത്ര നേരമായി ഞാൻ വിളിക്കുന്നു? നീ ചെയ്തോ? അതെ സാർ, ലാഗ് ആയിട്ട്. മനസ്സിലായോ? ആ മനസ്സിലായി സാർ. മനസ്സിലായി. ഓക്കെ ഓക്കെ. So that is the work done. Work done നമുക്ക് വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. 33 ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. 33 ക്വസ്റ്റ്യൻ ഇതെല്ലാവർക്കും എഴുതിയെടുത്തു എന്ന് വിചാരിക്കണം. Can I rub this? Okay. Yes, sir. Okay, fine. Next question. Find the work done by the force field F vector on a particle that moves along the curve C if F vector equal to 1 by x square plus y square I vector plus 4 by x square plus y square j vector. 1 by x square plus y square I vector plus 4 by x square plus y square plus j vector. And C is the portion of the circle of radius 4 in the first quadrant. C is the portion of the circle of radius 4 in the first quadrant. So ഇവിടെ parametric equation, സർക്കിളിന്റെ parametric equation x is equal to cos t, y equal to sin t ആണ് വരിക. അത് റേഡിയസ് 1 ആവുമ്പോഴാണ് 4 ആണെങ്കിൽ it is 4 cos t. Okay, x equal to 4 cos t, y is equal to 4 sin t. X of t equal to 4 cos t, y of t equal to 4 sin t. So what will be the r vector of t? R vector of t equal to 4 cos t I vector plus 4 sin t j vector. 4 cos t I vector plus 4 sin t j vector. Okay. So what is f vector of r vector of t? F vector of r vector of t, x ന് സ്ഥാനത്ത് 4 cos t കൊടുക്കുക, y ക്ക് സ്ഥാനത്ത് 4 sin t കൊടുക്കുക. So 1 by 4 cos square t plus 4 sin square t I vector plus 4 by 4 cos square t plus 4 sin square t j vector. So 4 common ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ it is 4 into cos square t plus sin square t എന്ന് വരും. Cos square t plus sin square t is 1. It's become 1 by 4 I vector. അല്ലെ, ഇതിന് താഴെ ഡിനോമിനേറ്ററിന് 4 കോമൺ ആയിട്ട് എടുക്കുക. So it becomes cos square t plus sin square t. It becomes 1. അല്ലെ, cos square t plus sin square t is 1. So you will get 1 by 4 I vector. Plus ഇവിടെ 4 കോമൺ ആയിട്ട് എടുത്ത് 4 ക്യാൻസൽ ചെയ്യുക. So 1 by cos square t 1 കിട്ടും. So it is j vector. Okay. So f vector of r vector of t equal to 1 by 4 I vector plus j vector. ഇവിടെ ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് ടിയുടെ ലിമിറ്റ് എന്തായിരിക്കും? പൈ ബൈ 2 ആയിരിക്കും അല്ലെ. 0 t less than equal to t less than equal to പൈ ബൈ 2 ആയിരിക്കും. ഓക്കെ, ഇനി ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഇനി ആർ വെക്ടർ ഡാഷ് ഓഫ് ടി കാണുക. ആർ വെക്ടർ ഡാഷ് ഓഫ് ടി എന്ന് പറയുമ്പോൾ ഡെറിവേറ്റീവ് -4 sin t plus 4 cos t I വെക്ടർ ഉണ്ട്, ഇവിടെ j വെക്ടർ. -4 sin t I വെക്ടർ plus 4 cos t j വെക്ടർ. ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുക. of t dot r vector dash of t
So that becomes 1 by 4 into minus 4 sin t is minus sin t. Plus 1 into 4 cos t is 4 cos t. Minus sin t plus 4 cos t. Okay, ഇനി നമുക്ക് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. So work done equal to integral 0 to pi by 2 minus sin t plus 4 cos t dt. Minus sin t plus 4 cos t dt. So ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് സൈൻ ടിയുടെ ഡെറിവേറ്റീവ് കോസ് ടി ആയിരിക്കും അല്ലെ. സൈൻ ടിയുടെ ഇന്റഗ്രല് കോസ് ടി ആണ്, ഇവിടെ മൈനസ് ഉള്ളതുകൊണ്ട് അല്ല, സൈൻ ടിയുടെ ഇന്റഗ്രല് മൈനസ് കോസ് ടി ആണ്. ഓൾറെഡി ഒരു മൈനസ് പുറത്തുള്ളതുകൊണ്ട് മൈനസും മൈനസും പ്ലസ് ആവും. സോ ബിക്കംസ് കോസ് ടി പ്ലസ് 4 കോസ് ടിയുടെ ഇന്റഗ്രല് 4 സൈൻ ടി. ലിമിറ്റ് 0 ടു പൈ ബൈ 2. സോ ആദ്യം ടിക്ക് പൈ ബൈ 2 കൊടുക്കുക. സോ കോസ് പൈ ബൈ 2 പ്ലസ് 4 സൈൻ പൈ ബൈ 2 മൈനസ് കോസ് 0 പ്ലസ് 4 സൈൻ 0. ആൻഡ് കോസ് ഞാൻ സൈഡിൽ ഇവിടെ എഴുതാം ആൻസർ. ഇതിന്റെ ബാക്കി ഇവിടെ എഴുതാം. ഓക്കെ, കോസ് പൈ ബൈ 2 is 1 and sin cos pi by 2 is 0, sin pi by 2 is 1, so it becomes 0 plus 4. Okay, minus cos 0 is 1 plus sin 0 is 0, so 4 minus 1 equal to 3. So answer is 3. എവിടെയെങ്കിലും തെറ്റിണ്ടോ? ആൻസർ 3/4 ആണ്. എനിക്ക് എവിടെയെങ്കിലും തെറ്റിണ്ടോ നോക്കൂ, ഞാൻ ചെയ്തതിൽ എവിടെയെങ്കിലും. എഫ് വെക്ടർ ആർ വെക്ടർ ഓഫ് ടി ഇല്ലേ, ആ അതില് എക്സ് സ്ക്വയർ കൊടുക്കുമ്പോ 4ന്റെ സ്ക്വയർ വരൂലേ? യെസ്, യു ആർ കറക്റ്റ്. യെസ് യെസ് യെസ്, 16 വരും അല്ലേ ഇവിടെ? യെസ് യെസ്, യു ആർ കറക്റ്റ്. താങ്ക് യു താങ്ക് യു. അപ്പൊ ഇവിടെ 1/16 വരും, 1/16. ഇവിടെ 1/4 വരും. ഓക്കെ, യെസ് കറക്റ്റ് കറക്റ്റ്. 4ന് സ്ക്വയർ ചെയ്തില്ല, ശരിയാ ശരിയാ, അതൊന്ന് കറക്റ്റ് ചെയ്യണേ. 4 എടുക്കുമ്പോൾ ഇവിടെ 4 സ്ക്വയർ വരുമ്പോൾ ഇവിടെ 1/4 വരും, ഇവിടെ 1/16 വരും. അപ്പൊ ആൻസറിൽ ഇവിടെ മൈനസ് സൈൻ ടി ബൈ 4 വരും, ഇവിടെ കോസ് ടി വരും. സോ ഇവിടെ മൈനസ് സൈൻ ടി ബൈ 4, അപ്പൊ ഇവിടെ കോസ് ടിനെ വരും. സോ ഇവിടെ ഒരു 4 വരും, ഇവിടെ 4 ഉണ്ടാവില്ല. ഓക്കെ, സോ സൈൻ പൈ ബൈ 2 1, ഇവിടെ 1 വരും. ഇവിടെ 4 വരും. അപ്പൊ 1 മൈനസ് 1/4 വരും, ദാറ്റ് ഈസ് 3/4. കറക്റ്റ്. 1 മൈനസ് 1/4 ദാറ്റ് ഈസ് 3/4. ശരിയാണ്. ഇവിടെ 4ന് സ്ക്വയർ 4 കോസ്റ്റിക്കല്ലേ സ്ക്വയർ ചെയ്യാൻ നമ്മൾ. എക്സിന് സ്ഥാനത്ത് 4 കോസ്റ്റി കൊടുക്കുമ്പോൾ 4നും സ്ക്വയർ ചെയ്യണമല്ലോ. ഞാൻ 4ന് സ്ക്വയർ ചെയ്യാൻ വിട്ടുപോയി ഇവിടെ. യെസ് കറക്റ്റ് കറക്റ്റ്, താങ്ക് യു. ആരാണ് ഇത് എനിക്ക് കാണിച്ചത്? ഹു ഇസ് ദ പേഴ്സൺ? ഹലോ, റിൻഷിത. ഓ ഗുഡ്, റിൻഷിത ഈസ് എ ഗുഡ് ഗേൾ. യെസ്, ക്ലാസ്സിൽ വളരെ ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളതിന് തെളിവാണിത്. ഓക്കെ, വെരി സിൻസിയർ. കറക്റ്റ് ആണ്. ഇവിടെ 4ന് സ്ക്വയർ ചെയ്യുമ്പോൾ 1 മൈനസ് 1/4 becomes 3/4. So that is answer. Anybody have doubt? Anybody have doubt? Hi.
Okay. Can I move to next type of question? അതിന് മുമ്പ് നമുക്ക് അറ്റൻഡൻസിന്റെ ടൈമാണ്. ഓക്കെ, അറ്റൻഡൻസ് എടുത്ത ശേഷം നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. The time for attendance. ഓക്കെ, അറ്റൻഡൻസ് T4 ക്ലാസ്സിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. T3ലും ഇപ്പൊ വരും. യെസ്, T3ലും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അറ്റൻഡൻസ് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോവാന്നുള്ളതല്ല, ക്ലാസ് കംപ്ലീറ്റ് ചെയ്തിട്ട് പോകാൻ പാടുള്ളൂ. അതിന്റെ ഇടയിൽ അറ്റൻഡൻസ് പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട് എന്നാൽ നിങ്ങളെ ക്ലാസ്സിൽ കാണാതെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 ദിവസം അറ്റൻഡൻസ് നഷ്ടപ്പെടും. ഓക്കെ, അത് പണിഷ്മെന്റ് ഉണ്ടാവും. സോ എന്നെ പറ്റിക്കാൻ നോക്കരുത്. നമ്മളൊരു പരസ്പര വിശ്വാസത്തിലാണല്ലോ ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്, ഇപ്പൊ നമുക്ക് ഇനിയിപ്പോ ഞാൻ ജസ്റ്റ് ഇവിടെ 3 കമ്പോണൻസ് വരാം ചിലപ്പോ. അപ്പൊ നമ്മൾ 3 കമ്പോണൻസ് ഉണ്ടെങ്കിൽ Z(t) കൂടെ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ 3 ടേംസ് വരും, അത് ഇന്റഗ്രേറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഞാൻ ആ ക്വസ്റ്റ്യൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ക്വസ്റ്റ്യൻ ബാങ്കിൽ ചിലപ്പോൾ 3 കമ്പോണൻസ് ഉള്ള ഫംഗ്ഷൻ ഉണ്ടാവാം. അപ്പൊ നിങ്ങൾ അതിനനുസരിച്ച് ചെയ്താൽ മതി. മെത്തേഡൊക്കെ സെയിം തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. Z(t) കൂടെ വരും, X(t), Y(t), Z(t) കൂടെ വരും, അത്രേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. സെയിം പ്രൊസീജിയർ ആണ്. അതുകൊണ്ട് ഞാൻ അത് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഓക്കെ, 35th ക്വസ്റ്റ്യനിൽ 3 കമ്പോണൻസ് ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. 5th ക്വസ്റ്റ്യനിൽ. ഓക്കെ, ഏതെങ്കിലും ക്വസ്റ്റ്യൻസിൽ സംശയം ഉണ്ടെങ്കിൽ either you can ask in the class or you can message me in WhatsApp. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെഷനാണ്, കൺസർവേറ്റീവ് വെക്ടർ ഫീൽഡ്. കൺസർവേറ്റീവ് വെക്ടർ ഫീൽഡ് ലാസ്റ്റ് സെഷനാണ്, കൺസർവേറ്റീവ് വെക്ടർ ഫീൽഡ്. ഇപ്പൊ ഞാൻ ഇത് ഒരു ഇന്ററാക്റ്റീവ് ആയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. സോ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങൾ ആൻസർ ചെയ്യാം. ഇപ്പൊ നമ്മളൊരു വെക്ടർ ഫീൽഡ് എടുത്തു എന്ന് വിചാരിക്കാം. ഓക്കെ, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഒരു ടോപ്പിക് ആണ്. വെക്ടർ ഫീൽഡ് എടുത്തു കഴിഞ്ഞാൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു സ്കേലാർ ഫീൽഡും ഡിഫൈൻ ചെയ്യാം, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു വെക്ടർ ഫീൽഡും ഡിഫൈൻ ചെയ്യാം. ഏതൊക്കെയാണ് ആ ഫീൽഡ്സ്? ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡിഫൈൻ ചെയ്യുന്ന സ്കേലാർ ഫീൽഡ് ഏതാണ്? ഒരു വെക്ടർ ഫീൽഡിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന സ്കേലാർ ഫീൽഡ് ഏതാണ്? നമ്മൾ മുമ്പൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ടോപ്പിക് ആണ്.
നമ്മളൊരു വെക്ടർ ഫീൽഡ് എടുത്തു കഴിഞ്ഞാൽ ആ വെക്ടർ ഫീൽഡിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു സ്കേലാർ ഫീൽഡും ഡിഫൈൻ ചെയ്യാം. ആ വെക്ടർ ഫീൽഡിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഒരു വെക്ടർ ഫീൽഡും ഡിഫൈൻ ചെയ്യാം. ഏതൊക്കെയാണ് ആ രണ്ട് ഫീൽഡ്സ് ഒന്ന് പറയാമോ? എനിബഡി? ഒരു വെക്ടർ ഫീൽഡിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന സ്കേലാർ ഫീൽഡ് ഏതാണ്? ഹലോ, കേൾക്കുന്നില്ലേ? എനിബഡി പ്ലീസ്? മർഷീന, യു ആൾസോ? ആ, ഹലോ മർഷീന, കമോൺ, യു ക്യാൻ. നവാഫ്, ജിൻഷി, ആസിഫ് അലി, സായുജ്, ഷിഫ ഫാത്തിമ, ഐശ്വര്യ, ഷഹനാഷിർ, എനിബഡി പ്ലീസ്? ഓക്കെ, ഞാൻ തന്നെ പറയാം, അതായിരിക്കും ബെറ്റർ. നിങ്ങൾ ആരും പഠിക്കുന്നത് പോരാ. ഓക്കെ, വെക്ടർ ഫീൽഡിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന വെക്ടർ ഫീൽഡ് എന്ന് പറയുന്നത് കേൾ ആണ്. കേൾ, ഡെൽ ക്രോസ് എഫക്ടർ, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഡെൽ ക്രോസ് എഫക്ടർ, കേൾ, ഇതൊരു വെക്ടർ ഫീൽഡ് ആണ്. ഓക്കെ, കാരണം ഇതൊരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. നമ്മൾ ഡിറ്റർമിനന്റ് ഐ വെക്ടർ, ജെ വെക്ടർ, കെ വെക്ടർ, ഡോ ബൈ ഡോ എക്സ്, ഡോ ബൈ ഡോ വൈ, ഡോ ബൈ ഡോ സെറ്റ്, എം എൻ പി എന്ന് വെച്ച് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ ഒരു വെക്ടർ ഫീൽഡ് ആണ്. ദാറ്റ് വെക്ടർ ഫീൽഡ് ഈസ് നോൺ ആസ് കേൾ, ഡെൽ ക്രോസ് എഫക്ടർ. അതേപോലെ ഒരു വെക്ടർ ഫീൽഡിന് കറസ്പോണ്ടിങ് ആയി ഡിഫൈൻ ചെയ്യുന്ന സ്കേലാർ ഫീൽഡ് ആണ് ഡൈവേർജൻസ്, ഡെൽ ഡോട്ട് എഫ്, ഡോ എം ബൈ ഡോ എക്സ് പ്ലസ് ഡോ എൻ ബൈ ഡോ വൈ പ്ലസ് ഡോ പി ബൈ ഡോ സെറ്റ്. ഇതൊരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. ഇതിൽ ഐ ജെ കെ ഇല്ല. സോ ഇറ്റ് ഈസ് എ സ്കേലാർ ഫീൽഡ്. സോ ഒരു വെക്ടർ ഫീൽഡ് ചൂസ് ചെയ്താൽ ആ വെക്ടർ ഫീൽഡിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു സ്കേലാർ ഫീൽഡും കാണാം, ഒരു വെക്ടർ ഫീൽഡും കാണാം. ഈ സ്കേലാർ ഫീൽഡ് ഡൈവേർജൻസ് എന്ന് പറയും. വെക്ടർ ഫീൽഡിനെ നമ്മൾ കേൾ എന്ന് പറയും. കേൾ എന്ന് പറഞ്ഞാൽ ഡെൽ ക്രോസ് എഫ്, ഒന്ന് ഡെൽ ഡോട്ട് എഫ്, ഒന്ന് ഡെൽ ക്രോസ് എഫ്. സിമിലർലി നമ്മളൊരു സ്കേലാർ ഫീൽഡ് എടുത്തു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സ്കേലാർ ഫീൽഡ് എടുക്കുന്നതിൽ വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. പക്ഷെ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഒരു വെക്ടർ ഫീൽഡ് ഡിഫൈൻ ചെയ്യാം. അതാണ് ഗ്രേഡിയന്റ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള ഗ്രേഡിയന്റ് ഫീൽഡ് എന്ന് പറയും. സോ ഗ്രേഡിയന്റ് ഫീൽഡ് ഈസ് എ വെക്ടർ ഫീൽഡ്. ഗ്രേഡിയന്റ് ഫീൽഡ് ഈസ് എ വെക്ടർ ഫീൽഡ്. സോ ഒരു സ്കേലാർ ഫീൽഡ് എടുത്താൽ, ഉദാഹരണത്തിന് നമ്മൾ എഫ് ഓഫ് എക്സ് വൈ സെറ്റ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ വൈ സെറ്റ് എന്ന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു സ്കേലാർ ഫീൽഡ് ഡിഫൈൻ ചെയ്യണമെങ്കിൽ നമ്മൾ ഡെൽ എഫ് ചെയ്ത് കണ്ടുപിടിച്ചാൽ മതി. ഡെൽ എഫ് ഗ്രേഡിയന്റ്. ഡെൽ എഫ് എന്ന് പറഞ്ഞാൽ ഡോ എഫ് ബൈ ഡോ എക്സ് ഐ വെക്ടർ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ജെ വെക്ടർ പ്ലസ് ഡോ എഫ് ബൈ ഡോ ഇസെറ്റ് കെ വെക്ടർ അല്ലെ. അപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കൊരു വെക്ടർ ഫീൽഡ് കിട്ടും. ആ വെക്ടർ ഫീൽഡിനെയാണ് നമ്മൾ എന്ത് പറയാ? ഗ്രേഡിയന്റ് ഫീൽഡ്. ഓക്കെ, അപ്പോ ഒരു സ്കേലാർ ഫീൽഡ് എടുത്തു കഴിഞ്ഞാൽ, ഒരു സ്കേലാർ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഐയും ജെയും കെയും ഒന്നും ഇല്ലാത്ത ഒരു സിമ്പിൾ 3 വേരിയബിൾ ഫംഗ്ഷൻ അല്ലെങ്കിൽ 2 വേരിയബിൾ ഫംഗ്ഷൻ. ഒരു സ്കേലാർ ഫീൽഡ് എടുത്തു കഴിഞ്ഞാൽ ആ സ്കേലാർ ഫീൽഡിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് ഡിഫൈൻ ചെയ്യാം? ഒരു വെക്ടർ ഫീൽഡ് ഡിഫൈൻ ചെയ്യാം. ആ വെക്ടർ ഫീൽഡിനെയാണ് നമ്മൾ എന്ത് പറയാ? ഗ്രേഡിയന്റ് ഫീൽഡ് എന്ന് പറയാം. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് എന്ത്? ഡോ എഫ്. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഡയറക്ഷണൽ ഡെറിവേറ്റീവ് കാണുന്ന അവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഡോ എഫ് ബൈ ഡോ എക്സ് ഐ വെക്ടർ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ജെ വെക്ടർ പ്ലസ് ഡോ എഫ് ബൈ ഡോ ഇസെറ്റ് കെ വെക്ടർ. മനസ്സിലായോ? ഞാൻ ഈ പറഞ്ഞ ആർഗ്യുമെന്റ് ക്ലിയർ ആണോ? ഒരു വെക്ടർ ഫീൽഡ് എടുത്താൽ ആ വെക്ടർ ഫീൽഡിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു സ്കേലാർ ഫീൽഡും വെക്ടർ ഫീൽഡും ഡിഫൈൻ ചെയ്യാം. അതാണ് ഡൈവേർജൻസും കേളും. ഓക്കെ, ഇനി നമ്മൾ ഒരു സ്കേലാർ ഫീൽഡ് ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ആ സ്കേലാർ ഫീൽഡിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു വെക്ടർ ഫീൽഡ് ഡിഫൈൻ ചെയ്യാം. ആ വെക്ടർ ഫീൽഡിനെയാണ് നമ്മൾ എന്ത് പറയാ? ഗ്രേഡിയന്റ് ഫീൽഡ്. അതാണ് ഡെൽ എഫ്, ഗ്രേഡിയന്റ് ഫീൽഡ്. മനസ്സിലാവുണ്ടോ? ഇസ് ഇറ്റ് ക്ലിയർ? ഇറ്റ് ക്ലിയർ? മനസ്സിലുണ്ടോ ഞാൻ പറയുന്നത്? യെസ്. ഓക്കെ, എനിക്ക് നിങ്ങളെ കാണാൻ പറ്റാത്തോണ്ടേ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ ഇല്ലയോ എന്ന് അറിയില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നത്. അതൊരു ഡിസ്റ്റർബ് ആയിട്ട് വിചാരിക്കരുത്. ഓക്കെ, ഫൈൻ.
സോ നമ്മളൊരു സ്കേലാർ ഫീൽഡ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്കേലാർ ഫീൽഡിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് ഡിഫൈൻ ചെയ്യാം, ഒരു വെക്റ്റർ ഫീൽഡ് ഡിഫൈൻ ചെയ്യാം. ആ വെക്റ്റർ ഫീൽഡിനെയാണ് നമ്മൾ എന്ത് പറയാ, ഗ്രേഡിയന്റ് ഫീൽഡ് എന്ന് പറയും. ഇനി ഇവിടെ നിന്നാണ് നമ്മൾ കൺസർവേറ്റീവ് വെക്റ്റർ ഫീൽഡ്സ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇത് തിരിച്ച് ചിന്തിച്ചു നോക്കുക. എന്താണ് ഈ തിരിച്ച് ഈ പറഞ്ഞ ആർഗ്യുമെന്റ് ഉണ്ടല്ലോ, അതായത് ഒരു സ്കേലാർ ഫീൽഡിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഗ്രേഡിയന്റ് ഫീൽഡ് ഉണ്ട് എന്നുള്ളതിനെ നമ്മൾ വേറെ രീതിയിൽ ചിന്തിച്ചു നോക്കാം. എങ്ങനത്തെ രീതിയിൽ? ഇപ്പൊ നമ്മൾ ഒരു വെക്റ്റർ ഫീൽഡ് എടുത്തു. ഓക്കെ, ആ വെക്റ്റർ ഫീൽഡ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സ്കേലാർ ഫീൽഡിന്റെ ഗ്രേഡിയന്റ് ഫീൽഡ് ആകുമോ എന്നാണ്. ഞാൻ ചോദിച്ച ചോദ്യം ക്ലിയർ ആണോ? എന്താണ്? നമ്മൾ ഒരു വെക്റ്റർ ഫീൽഡ് എടുത്തു. ഓക്കെ, ആ വെക്റ്റർ ഫീൽഡ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സ്കേലാർ ഫീൽഡിന്റെ ഗ്രേഡിയന്റ് ഫീൽഡ് ആകുമോ? അതാണ്, ഏത് സ്കേലാർ ഫീൽഡ് എടുത്താലും അതിനൊരു ഗ്രേഡിയന്റ് ഫീൽഡ് ഉണ്ടാവും. ശരിയല്ലേ? ഗ്രേഡിയന്റ് ഫീൽഡ് എന്ന് പറയുന്ന ഒരു വെക്റ്റർ ഫീൽഡാണ്. ഇനി തിരിച്ച് ചിന്തിക്കുക. എങ്ങനെ തിരിച്ച് ചിന്തിക്കുക? നമ്മൾ ഒരു വെക്റ്റർ ഫീൽഡ് ചൂസ് ചെയ്തു. ഓക്കെ, ആ വെക്റ്റർ ഫീൽഡിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സ്കേലാർ ഫീൽഡ് കണ്ടുപിടിക്കണം. ആ സ്കേലാർ ഫീൽഡിന്റെ ഗ്രേഡിയന്റ് ഫീൽഡ് ആയിരിക്കണം നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള വെക്റ്റർ ഫീൽഡ്. എത്ര പേർക്ക് ഈ ആർഗ്യുമെന്റ് ക്ലിയർ ആയി ഉണ്ടോ എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ. ഞാൻ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ആ ക്വസ്റ്റ്യൻ? ഇഫ് വി ചൂസ് എ വെക്റ്റർ ഫീൽഡ്, whether we can find a scalar field in such that the chosen vector field will be the gradient field of the scalar field. മനസ്സിലായോ? എന്താണ്? നമ്മളൊരു വെക്റ്റർ ഫീൽഡ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ വെക്റ്റർ ഫീൽഡ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സ്കേലാർ ഫീൽഡിന്റെ ഗ്രേഡിയന്റ് ഫീൽഡ് ആവാൻ പറ്റുമോ എന്നാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആയാലേ നമുക്ക് അതിന്റെ ഉത്തരവും ക്ലിയർ ആവുള്ളൂ. ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? എന്താ ക്വസ്റ്റ്യൻ? നമ്മൾ ഒരു വെക്റ്റർ ഫീൽഡ് എടുത്തു കഴിഞ്ഞാൽ ആ വെക്റ്റർ ഫീൽഡ് ഏതെങ്കിലും ഒരു സ്കേലാർ ഫീൽഡിന്റെ ഗ്രേഡിയന്റ് ഫീൽഡ് ആകുമോ എന്നാണ് ക്വസ്റ്റ്യൻ. മനസ്സിലായോ? ക്വസ്റ്റ്യൻ മനസ്സിലായോ? അൻഷ, ക്വസ്റ്റ്യൻ ഈസ് ക്ലിയർ? ക്വസ്റ്റ്യൻ ഈസ് ക്ലിയർ? അതായത് ഒരു സ്കേലാർ ഫീൽഡ് എടുത്താൽ ആ സ്കേലാർ ഫീൽഡിന് കറസ്പോണ്ടിങ് ആയിട്ട് ഗ്രേഡിയന്റ് ഫീൽഡ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും നമുക്കറിയാം. ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ തിരിച്ചാണ്. എന്താണ് തിരിച്ചാണ്? നമ്മളൊരു വെക്റ്റർ ഫീൽഡ് എടുത്തു. ഓക്കെ, ആ വെക്റ്റർ ഫീൽഡ് ഏതെങ്കിലും ഒരു സ്കേലാർ ഫീൽഡിന്റെ ഗ്രേഡിയന്റ് ഫീൽഡ് ആകുമോ എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അതിന് ഉത്തരം ആവാം, ആവാതിരിക്കാം. ഉത്തരം ആവാം, ആവാതിരിക്കാം. അങ്ങനെ ആവുന്ന വെക്റ്റർ ഫീൽഡുകളെയാണ് നമ്മൾ എന്ത് പറയാ, കൺസർവേറ്റീവ് വെക്റ്റർ ഫീൽഡ്സ് എന്ന് പറയാം. അപ്പൊ കൺസർവേറ്റീവ് വെക്റ്റർ ഫീൽഡ്സിന്റെ പ്രത്യേകത എന്താണ്? കൺസർവേറ്റീവ് വെക്റ്റർ ഫീൽഡിന്റെ പ്രത്യേകത, കൺസർവേറ്റീവ് വെക്റ്റർ ഫീൽഡ്സ് ആർ ഗ്രേഡിയന്റ് ഫീൽഡ്സ് ഓഫ് സം സ്കേലാർ ഫീൽഡ്. എന്താണ്? അത് കൺസർവേറ്റീവ് വെക്റ്റർ ഫീൽഡ്സ് എല്ലാം ഏതെങ്കിലും ഒരു സ്കേലാർ ഫീൽഡിന്റെ ഗ്രേഡിയന്റ് ഫീൽഡ്സ് ആയിരിക്കും. മനസ്സിലാവുണ്ടോ? കൺസർവേറ്റീവ് വെക്റ്റർ ഫീൽഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ ഗ്രേഡിയന്റ് ഫീൽഡ് ഓഫ് സം സ്കേലാർ ഫീൽഡ്. ഏതെങ്കിലും ഒരു സ്കേലാർ ഫീൽഡിന്റെ ഗ്രേഡിയന്റ് ഫീൽഡ് ആയിരിക്കും എന്ത്? കൺസർവേറ്റീവ് വെക്റ്റർ ഫീൽഡ്. അപ്പൊ എല്ലാ വെക്റ്റർ ഫീൽഡ്സും കൺസർവേറ്റീവ് എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. കൺസർവേറ്റീവ് വെക്റ്റർ ഫീൽഡ് ആവണമെങ്കിലുള്ള കണ്ടീഷൻ എന്താണ്? ഇറ്റ് ഷുഡ് ബി എ ഗ്രേഡിയന്റ് ഫീൽഡ് ഓഫ് സം സ്കേലാർ ഫീൽഡ്. ഏതെങ്കിലും ഒരു സ്കേലാർ ഫീൽഡിന്റെ ഗ്രേഡിയന്റ് ഫീൽഡ് ആയിരിക്കണം എന്ത്? കൺസർവേറ്റീവ് വെക്റ്റർ ഫീൽഡ്. അങ്ങനെ അല്ലെങ്കിൽ ആ ഫീൽഡിനെ എന്ത് പറയാൻ പറ്റില്ല? കൺസർവേറ്റീവ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, ഒരു കൺസർവേറ്റീവ് വെക്റ്റർ ഫീൽഡ് ആണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യും? ഇതാണ് കൺസർവേറ്റീവ് വെക്റ്റർ ഫീൽഡ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ്. ഓക്കെ, ഇറ്റ് ഷുഡ് ബി എ ഗ്രേഡിയന്റ് ഫീൽഡ് ഓഫ് സം സ്കേലാർ ഫീൽഡ്. ഓക്കെ, ഏതെങ്കിലും ഒരു സ്കേലാർ ഫീൽഡിന്റെ ഗ്രേഡിയന്റ് ഫീൽഡ് ആയിരിക്കും കൺസർവേറ്റീവ് വെക്റ്റർ ഫീൽഡ്. അപ്പൊ ഒരു വെക്റ്റർ ഫീൽഡ് കൺസർവേറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ ആ സ്കേലാർ ഫീൽഡ് കണ്ടുപിടിക്കാൻ തന്നെ വേണം, അല്ലെ? പക്ഷെ അത് ബുദ്ധിമുട്ടാണ്. ആ സ്കേലാർ ഫീൽഡ് കണ്ടുപിടിക്കാൻ കുറച്ച് ബിഗ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഒരു കണ്ടീഷൻ പഠിക്കും. ആ കണ്ടീഷൻ ചെക്ക് ചെയ്താൽ നമുക്ക് പറയാൻ പറ്റും ഇത് കൺസർവേറ്റീവ് ആണോ അല്ലയോ എന്ന്. ഇറ്റ് ക്ലിയർ? മനസ്സിലായോ? അപ്പൊ ഒരു വെക്റ്റർ ഫീൽഡ് കൺസർവേറ്റീവ് ആണോ എന്ന് ചോദിച്ചാൽ നമുക്കൊരു കണ്ടീഷൻ പഠിച്ചാൽ മതി. ആ കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് പറയാം? കൺസർവേറ്റീവ് ആണോ അല്ലയോ എന്ന് പറയും. എന്താണ് കൺസർവേറ്റീവ് വെക്റ്റർ ഫീൽഡ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എ ഗ്രേഡിയന്റ് ഫീൽഡ്. ഇറ്റ് ഈസ് എ ഗ്രേഡിയന്റ് ഫീൽഡ് ഓഫ് സം സ്കേലാർ ഫീൽഡ്. ഓക്കെ, ഏതെങ്കിലും ഒരു സ്കേലാർ ഫീൽഡിന്റെ ഗ്രേഡിയന്റ് ഫീൽഡ് ആയിരിക്കും എന്ത്? കൺസർവേറ്റീവ് വെക്റ്റർ ഫീൽഡ്. Is it clear? Is it clear? The concept is clear to everyone? Concept is clear to everyone?
സാർ ഒന്നുകൂടെ പറയോ? ഈ ഒന്നുകൂടെ പറയാ എന്ന് പറയുമ്പോൾ ഷുഡ് ബി ക്ലിയർ. ഓക്കെ, എവിടെയാണ് ഏത് പോയിന്റിലാണ് ഹർഷീനക്ക് കൺഫ്യൂഷൻ? അത് പറ. ഹർഷീന, ആർ യു ഹിയർ? ആ സാർ ഫസ്റ്റ് പറഞ്ഞില്ലേ? എന്ത്? ഫസ്റ്റ് പറഞ്ഞത് ഇപ്പൊ പറഞ്ഞതില്ല അത്. അതായത് നമ്മളൊരു വെക്ടർ ഫീൽഡ് എടുത്തു. ഓക്കെ ഓക്കെ, ശരി, തിരിച്ചു ചിന്തിക്കാം. ഒരു സ്കേലാർ ഫീൽഡ് എടുത്തു നമ്മൾ. ആ സ്കേലാർ ഫീൽഡിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു വെക്ടർ ഫീൽഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? മഷീൻ എന്താ ചെയ്യാ? എന്താ കണ്ടുപിടിക്കുക? ഒരു ഗ്രേഡിയന്റ് ഫീൽഡ് കണ്ടുപിടിക്കും. ഗുഡ്, കറക്റ്റ്. അതായത് നമ്മൾ ഒരു സ്കേലാർ ഫീൽഡ് എടുത്തു കഴിഞ്ഞാൽ ആ സ്കേലാർ ഫീൽഡിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു വെക്ടർ ഫീൽഡ് കാണാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഗ്രേഡിയന്റ് ഫീൽഡ് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, ആ ഗ്രേഡിയന്റ് ഫീൽഡ് ആണ്. ആ ഗ്രേഡിയന്റ് ഫീൽഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു വെക്ടർ ഫീൽഡ് ആയിരിക്കും. ഇനി തിരിച്ച് ചിന്തിക്കുക. നമ്മളൊരു വെക്ടർ ഫീൽഡ് എടുത്തു. ജനറലി ഒരു കോമൺലി ഒരു വെക്ടർ ഫീൽഡ് എടുത്തു. ആ വെക്ടർ ഫീൽഡ് ഏതെങ്കിലും ഒരു സ്കേലാർ ഫീൽഡിന്റെ ഗ്രേഡിയന്റ് ഫീൽഡ് ആവണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല, നിർബന്ധമില്ല. ശരിയല്ലേ? എല്ലാ വെക്ടർ ഫീൽഡുകളും ഏതെങ്കിലും ഒരു സ്കേലാർ ഫീൽഡുകളുടെ ഗ്രേഡിയന്റ് ഫീൽഡ് ആവണമെന്നുണ്ടോ? ഇല്ല, നിർബന്ധമില്ല. അങ്ങനെ അതിന്റെ അർത്ഥം ആവില്ല എന്നാണ്. ആവില്ല എന്നുമല്ല, ആവും എന്നുമല്ല. ചില ഫീൽഡുകൾ ആവും, ചില ഫീൽഡുകൾ ആവില്ല. ഓക്കെ, ഇപ്പോ ഞാൻ കോമൺലി ഒരു മനുഷ്യനെ ചൂസ് ചെയ്തു. ആ മനുഷ്യൻ മലയാളി ആവണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല, അല്ലെ? ചിലപ്പോൾ അയാൾ മലയാളി ആയിരിക്കും, ചിലപ്പോൾ അയാൾ മലയാളി ആയിരിക്കില്ല. ഓക്കെ, അതുപോലെ നമ്മളൊരു വെക്ടർ ഫീൽഡ് എടുത്തു. ആ വെക്ടർ ഫീൽഡ് ഒരു ഗ്രേഡിയന്റ് ഫീൽഡ് ആവണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, പക്ഷെ നമ്മളെടുത്ത അങ്ങനെയുള്ള ഫീൽഡുകളെ, അതായത് ഏതെങ്കിലും ഒരു സ്കേലാർ ഫീൽഡുകളുടെ ഗ്രേഡിയന്റ് ഫീൽഡ് ആയിട്ട് വരുന്ന ഫീൽഡുകളെ നമ്മൾ കോമൺലി പറയുന്ന പേരാണ് കൺസർവേറ്റീവ് വെക്ടർ ഫീൽഡ്. അപ്പൊ കൺസർവേറ്റീവ് വെക്ടർ ഫീൽഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇറ്റ് ഷുഡ് ബി എ ഗ്രേഡിയന്റ് ഫീൽഡ് ഓഫ് സം സ്കേലാർ ഫീൽഡ്. ഏതെങ്കിലും ഒരു സ്കേലാർ ഫീൽഡിന്റെ ഗ്രേഡിയന്റ് ഫീൽഡ് ആയിരിക്കും എന്ത്? കൺസർവേറ്റീവ് വെക്ടർ ഫീൽഡ്. Is it clear? Is it clear? Yes. Okay. Anybody have doubt? Anybody have doubt? നമ്മളൊരു വെക്ടർ ഫീൽഡ് എടുത്തു. ഗ്രേഡിയന്റ് ഫീൽഡുകളെല്ലാം വെക്ടർ ഫീൽഡ്സ് ആണ്. പക്ഷെ എല്ലാ വെക്ടർ ഫീൽഡ്സും ഗ്രേഡിയന്റ് ഫീൽഡ്സ് ആവണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, ഗ്രേഡിയന്റ് ഫീൽഡുകളെല്ലാം എന്തായിരിക്കും? ഒരു വെക്ടർ ഫീൽഡ് ആയിരിക്കും. പക്ഷെ വെക്ടർ ഫീൽഡുകളെല്ലാം എന്താവണമെന്നില്ല? ഗ്രേഡിയന്റ് ഫീൽഡ്സ് ആവണമെന്നില്ല. അങ്ങനെ ഗ്രേഡിയന്റ് ഫീൽഡ്സ് ആയിട്ട് വരുന്ന വെക്ടർ ഫീൽഡുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൺസർവേറ്റീവ് വെക്ടർ ഫീൽഡ്സ് എന്ന് പറയുന്നത്. അതായത് അത് ഏതെങ്കിലും ഒരു സ്കേലാർ ഫീൽഡിന്റെ ഗ്രേഡിയന്റ് ഫീൽഡ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ വെക്ടർ ഫീൽഡിനെ നമ്മൾ എന്ത് പറയും? കൺസർവേറ്റീവ് വെക്ടർ ഫീൽഡ് എന്ന് പറയും. അപ്പോ ഒരു ഫീൽഡ് ചൂസ് ചെയ്തു, അത് കൺസർവേറ്റീവ് വെക്ടർ ഫീൽഡ് ആവണമെങ്കിൽ അത് ഏതെങ്കിലും ഒരു സ്കേലാർ ഫീൽഡിന്റെ ഗ്രേഡിയന്റ് ഫീൽഡ് ആയിരിക്കണം. അപ്പൊ ആ സ്കേലാർ ഫീൽഡ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ അത് കുറച്ച് ടഫാണ്. അത് നമ്മൾ ചെയ്യുന്നുണ്ട് എങ്ങനെയാണ്. പക്ഷെ പെട്ടെന്ന് നമുക്കൊരു ഫീൽഡ് കൺസർവേറ്റീവ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ വി ഷുഡ് ഹാവ് സം കണ്ടീഷൻ. ആ കണ്ടീഷനാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുക. അപ്പൊ ഒരു വെക്ടർ ഫീൽഡ് തരും, അത് കൺസർവേറ്റീവ് ആണോ എന്ന് ചോദിക്കും. അപ്പൊ നമ്മളൊരു കണ്ടീഷൻ പഠിക്കും. ആ കണ്ടീഷൻ ചെക്ക് ചെയ്താൽ നമുക്ക് എന്ത് പറയാം? അത് കൺസർവേറ്റീവ് ആണോ അല്ലയോ എന്ന് നമുക്ക് പറയാം. അപ്പൊ നോർമലി നിങ്ങൾ ചോദിക്കണം എന്താണ് കൺസർവേറ്റീവ് ഫീൽഡ്സ് എന്ന്. കൺസർവേറ്റീവ് ഫീൽഡ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഗ്രേഡിയന്റ് ഫീൽഡ് ഓഫ് സം സ്കേലാർ ഫീൽഡ്. ഏതെങ്കിലും ഒരു സ്കേലാർ ഫീൽഡിന്റെ ഗ്രേഡിയന്റ് ഫീൽഡ് ആണെങ്കിൽ ആ ഫീൽഡിനെ നമ്മൾ കൺസർവേറ്റീവ് വെക്ടർ ഫീൽഡ് എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇത് എങ്ങനെയാണ് കൺസർവേറ്റീവ് വെക്ടർ ഫീൽഡ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുക എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇറ്റ് ഇസ് ക്ലിയർ? ഇന്ന് പറഞ്ഞത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് കൺസർവേറ്റീവ് വെക്ടർ ഫീൽഡ്. ഉറപ്പായിട്ടും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. പിന്നെ ഒരു കാര്യം കൂടെ ചെയ്യാം. ഞാൻ ക്വസ്റ്റ്യൻ ബാങ്കിൽ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസും കൂടെ ഇൻക്ലൂഡ് ചെയ്യിക്കാം. ഓക്കെ, അത് ഞാനിപ്പോ ഇൻക്ലൂഡ് ചെയ്യിച്ചിട്ടില്ല. അപ്പൊ ഞാൻ ഇന്ന് ക്വസ്റ്റ്യൻ ബാങ്ക് ഒന്ന് അപ്ഡേറ്റ് ചെയ്തിടാം. ആ ക്വസ്റ്റ്യൻസും കൂടെ നിങ്ങൾ വർക്ക് ബുക്കിൽ ചെയ്യും. ഓക്കെ, അത് നല്ലതാണ്. കാരണം നിങ്ങൾക്ക് ഫസ്റ്റ് ടേം എക്സാം ഫസ്റ്റ് ആണ് ഈ കോഴ്സിൽ. ഇതുവരെ ഒരു യൂണിവേഴ്സിറ്റി എക്സാം പോലും നടന്നിട്ടില്ല. ഓക്കെ, ഈ കോഴ്സിൽ, ഈ 2019 സ്കീമിലെ ഈ കോഴ്സിൽ ഒരു യൂണിവേഴ്സിറ്റി എക്സാം പോലും നടന്നിട്ടില്ല. അതുകൊണ്ട് ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം പലപ്പോഴും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ അതേ ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ കണ്ടുവരുന്ന ഒരു ടെൻഡൻസി. ഓക്കെ, അതുകൊണ്ട്
മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഈസ് വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസും കൂടെ ഞാൻ വർക്ക് ബുക്കിൽ ക്വസ്റ്റ്യൻ ബാങ്കിൽ ആഡ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് അതും കൂടെ ചെയ്യുമ്പോൾ പ്രാക്ടീസ് ആവും. ഓക്കെ, അപ്പൊ അത് ഞാൻ ഇപ്പൊ ആഡ് ചെയ്തിട്ടില്ല. അത് ഞാൻ ഇന്ന് അപ്ഡേറ്റ് ചെയ്തിട്ട് ഒന്നുകൂടെ ഇടാം, അപ്ഡേറ്റ് ചെയ്ത് ഇടാം. ഓക്കെ, എന്തായാലും നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് തുടങ്ങിക്കോളൂ, കുഴപ്പമില്ല. 7-ാം തീയതി സബ്മിറ്റ് ചെയ്താൽ മതി, സമയമുണ്ട്, ഇഷ്ടംപോലെ സമയമുണ്ട്. അപ്പൊ ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആണോ? ഈ കൺസർവേറ്റീവ് വെക്ടർ ഫീൽഡ് എന്ന് പറഞ്ഞ ഐഡിയ എല്ലാവർക്കും ക്ലിയർ ആണോ? ആരെങ്കിലും ക്ലിയർ ആവാത്തുണ്ടെങ്കിൽ ദയവീത് ഞാൻ ചോദിക്കാൻ, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അത് മനസ്സിലാക്കേണ്ട ഒരു ഐഡിയ ആണ് കൺസർവേറ്റീവ് വെക്ടർ ഫീൽഡ്സ്. എല്ലാ വെക്ടർ ഫീൽഡ്സും കൺസർവേറ്റീവ് അല്ല. കൺസർവേറ്റീവ് ആവണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി എ ഗ്രേഡിയന്റ് ഫീൽഡ് ഓഫ് സം സ്കെലാർ ഫീൽഡ്. ഏതെങ്കിലും ഒരു സ്കെലാർ ഫീൽഡിന്റെ ഗ്രേഡിയന്റ് ഫീൽഡ് ആയിരിക്കണം കൺസർവേറ്റീവ് വെക്ടർ ഫീൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, all of you are happy? Any doubt? Majid, happy? Abdul Majid, happy? മാജിദ് ഒന്നും ഇവിടെ ഇല്ല തോന്നുന്നുണ്ട്. മാജിദ് ഇവിടെ ഇല്ല. മാജിദിന് അറ്റൻഡൻസ് പോയിട്ടോ. ഇനിയിപ്പോ മൈക്ക് കേടാണെന്നൊന്നും എന്നോട് പറയരുത്, അതൊന്നും ഞാൻ കേൾക്കില്ല. യെസ്, മാജിദിന് അറ്റൻഡൻസ് പോയിട്ടോ. മാജിദ് ഇനി അറ്റൻഡൻസ് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും അറ്റൻഡൻസ് എസ് ആർന്നോ? മാജിദ് ഒന്ന് മൈക്ക് ഓൺ ആക്കിയേ, മൈക്ക് ഓൺ ആക്കിയേ, അൺമ്യൂട്ട് ചെയ്തേ. അക്ഷയ്, അക്ഷയ് എവിടെ? അക്ഷയ്, ഇന്ന് പറഞ്ഞ ഐഡിയ ക്ലിയർ ആയോ? ക്ലിയർ ആയി. ക്ലിയർ ആയി. ആർദ്രക്ക് ക്ലിയർ ആണോ? ക്ലിയർ ആണ് സാർ. ക്ലിയർ ആണ്. ഓക്കെ, ബുക്കൊക്കെ എഴുതിണ്ടോ കറക്റ്റ് ആയിട്ട്? നോട്ട് ബുക്ക് ഉണ്ട്. ഓക്കെ, ഫൈൻ. അസ്ന എവിടെ? അസ്ന ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഫഹീം, യെസ്. ഓക്കെ, അപ്പൊ എല്ലാരും കുറെ പേരുണ്ട്. ലുലു ബയാൻ എവിടെ? ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ, ഫൈൻ. സോ നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക, അല്ലാത്തവർക്ക് എക്സിറ്റ് അടിച്ച് പോവാം. ഓക്കെ, ഫൈൻ. നാളെ നമ്മൾ ഡിസ്കസ് ചെയ്യുക കൺസർവേറ്റീവ് വെക്ടർ ഫീൽഡുകളുടെ പ്രോബ്ലംസ് ആണ്. ഇക്ലാസ്, ഡൗട്ട് ഉണ്ടോ? സിനാൻ, മർഷീന, ഷെറിൻ, ബാഷിർ. ഡൗട്ട് ഇല്ല, ക്ലിയർ ആയി. എക്സിറ്റ് അടിച്ചോളൂ. സിനാൻ എക്സിറ്റ് അടിക്കൂ, ഇല്ലെങ്കിൽ ഞാൻ അറ്റൻഡൻസ് തരില്ല കേട്ടോ. സിനാനൊന്ന് മൈക്ക് ഓൺ ആക്കൂ. സിനാനൊന്നും അറ്റൻഡൻസ് കൊടുക്കാൻ പറ്റില്ല. സിനാൻ വേറെ ഉടായിപ്പാ. ബാഷിർ,